ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എന്തൊക്കെയാണ് വിശേഷങ്ങള്? എല്ലാവർക്കും സുഖമൊക്കെ അല്ലേ? അപ്പൊ നമുക്കും ഇങ്ങനെ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് ഇപ്പൊ പോണ്. ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇത് നമ്മുടെ ആദം ബേബിയുടെ 2nd ബർത്ത്ഡേ ആണ്. ഇപ്പൊ ആദം ബേബി വന്നിട്ട് എത്ര 2 വർഷമായി. 2 year old ബോയ്. ഈ സമയത്ത് ഇപ്പൊ ഒരു 7:45 ഞങ്ങൾ പള്ളിയിൽ പോയിണ്ടായി രാവിലെ തന്നെ. കാരണം പള്ളിയിൽ ഇവന്റെ പേരൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിട്ടാ. അപ്പൊ അങ്ങനെ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച് കൊച്ചിനെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഇപ്പൊ ശരിക്കും ഡിസംബർ 19 ഞാൻ ഈ സമയത്ത് പ്രസവിച്ചിട്ടുള്ള ആദത്തിന് 2 വർഷങ്ങൾക്ക് മുൻപ് രാത്രി വേദനയൊക്കെ സഹിച്ച് ഫുള്ള് പ്രസവിച്ച് എല്ലാവരുടെ കയ്യിൽ ആദത്തിന് ഇപ്പൊ കിട്ടിയിട്ടുണ്ടാവുള്ളൂ ഈ സമയത്ത്. അപ്പൊ ഞങ്ങൾ പള്ളിയിൽ പോയി വന്നു. വീട്ടിൽ ഇനിയിപ്പോ രാവിലെ തന്നെ എന്നിട്ടാണ് കറി വെക്കൽ പരിപാടികളൊക്കെ കഴിഞ്ഞു. വലിയ പരിപാടികളൊന്നും ഇല്ല കേട്ടാ. വലിയ പരിപാടികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ വലിയ ആഘോഷമൊന്നും ആക്കിയിട്ടില്ല. എൻ്റെ വീട്ടിലുണ്ട്, പിന്നെ നാത്തൂൻ്റെ വീട്ടിൽ വേറെ പിന്നെ ആരും നമ്മൾ വിളിച്ചിട്ടില്ല. എൻ്റെ വീട്ടിൽ പിന്നെ വിളിക്കേണ്ട ആവശ്യമില്ല, എന്തായാലും അവർ വരും. എന്നാലും അവരോടും പറഞ്ഞിട്ടുണ്ട്. പിന്നെ നാത്തൂൻ്റെ വീട്ടിൽ വേറെ ആരൊന്നും ഇല്ല. അങ്ങനെ ഒരു ചെറിയ രീതിയിൽ വലിയ ഡെക്കറേഷൻ പരിപാടികളോ ലളിതമായ ഒരു ബർത്ത്ഡേ അല്ലാതെ. കഴിഞ്ഞ പ്രാവശ്യം നമ്മള് ഗൾഫിലായിരുന്നു ആഘോഷം ഉണ്ടായപ്പോൾ നമ്മൾ അവിടെയുള്ള റൂമിലും അടുത്തുള്ള റൂമിലും ചേട്ടന്മാരും എല്ലാവരെയൊക്കെ വിളിച്ചിട്ടുണ്ടായി. പ്രാവശ്യം നമ്മുടെ ഫുഡ് പ്രിപ്പറേഷൻ ഫുള്ള് ഡെലീഷ് ജോൺസൺ ആണ്. രാവിലെ നമ്മള് പള്ളിയിൽ പോയാലും പിന്നെ കറികൾ പരിപാടികളൊക്കെ ഏകദേശം സെറ്റ് ആക്കിയിട്ടുണ്ട്. കാരണം ഇവന്മാരെ എനിക്ക് ഒന്നും നടക്കില്ല. 4 പിള്ളേരുണ്ടല്ലോ, അവരെ മേയിച്ച് പരിപാടികളൊന്നും നടക്കില്ല. അപ്പൊ പിന്നെ രാവിലെ എനിക്ക് പിന്നെ നോമ്പുണ്ടല്ലോ, ഇപ്പൊ ഡിസംബർ മാസം ഉള്ളതോ. അപ്പൊ നോമ്പിനുള്ള കറികളും കൂടി നമ്മൾ ഉണ്ടാക്കണം. അപ്പൊ അങ്ങനെ കറികള് അമ്മച്ചിക്കൊക്കെ അവിടെ നോമ്പാണ്. അപ്പൊ അങ്ങനെ അബരൂടി ഉണ്ട്. അബരൂണിയും പള്ളിയിൽ കൊണ്ടുപോയിണ്ടായിരുന്നു. ഇപ്പൊ ചെറുതായിട്ട് ഇരുന്നൊക്കെ തുടങ്ങിയിട്ടാ. അതായത് ഇരിക്കുമ്പോ പറഞ്ഞാൽ നമ്മള് മറ്റേ താഴ്ത്ത് കെടുത്തില്ലേ, ഇപ്പൊ എന്റെ വിചാരം ബെഡാന്നാ. അപ്പൊ ഒറ്റ കിടത്തങ്ങനെ കിടക്കും, തല ഒറ്റ ഇടിക്കും. ഇന്നലെ ഒരു ഇടി ഇടിച്ചു പറഞ്ഞിട്ട് കല്ലിടി 2 ഇടി ഇടിച്ച് കഴിയുമ്പോൾ മനസ്സിലാവും ഇടിക്കുന്നു. പിന്നെ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ നമ്മളവരെ സംരക്ഷിക്കും. പക്ഷെ നമ്മൾ കാണാത്ത സമയത്ത് പെട്ടെന്ന് ഒറ്റടിക്ക് വീഴുമ്പോ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ആ കുഞ്ഞബുരു ഞാൻ ഒരു ദിവസം വെറുതെ കുഞ്ഞബുരു എന്ന് വിളിച്ചിട്ട് ഡൽമിഴ നാത്തൂന്റെ കൊച്ചിനും അതെ കുഞ്ഞബുരു ഉമ്മ എല്ലാവരോടും പറഞ്ഞ ഹാപ്പി ടു യു പറഞ്ഞേ. ഹാപ്പി ടു യു എന്ന് പറയും. വണ്ടി പോയി. ഏത് വണ്ടി? ഏത് ഡാഡ് പോയാ? ഡാഡ് വണ്ടിയിൽ പോയി. ഡാഡ് പോയി. വണ്ടി തമ്മിൽ കൂട്ടിമുട്ടി. ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയുള്ളല്ലോ. ആദ്യത്തിന് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞാ കൊച്ചു മറന്നോയി ഓർക്കത്തില്. അത് രാത്രി ഉറങ്ങിയില്ല, 4 മണിക്കാണ് കണ്ടത്. അതിനിങ്ങോട്ട് പോന്നിട്ട് വരാം. പിന്നെ അവൻ വന്നു കഴിഞ്ഞിട്ട് അവന്റെ കൂടെ അങ്ങോട്ട് കിടക്കും. പിന്നെ ലാസ്റ്റ് അവന്റെ അടുത്ത് കിടന്നില്ല. അത് 4 മണി കഴിഞ്ഞിട്ട് അവന്റെ വാതിലുമ്പോ മുട്ടോടുന്നു. ചീക്കോട്ടരിന്ന് ഇവിടെ വിളിച്ചാ കിട്ടില്ല മോളഞ്ഞി. ആദം ചെയ്യും. ദൈവമേ നല്ല രസമുണ്ട്. അപ്പൊ അപ്പച്ചെങ്ങനെ വരാ? അപ്പച്ചെങ്ങനെ വരാന്ന് വണ്ടിനെ ബസ്സിന് അങ്ങനെ അതാ അമ്മച്ചിനെ വിളിച്ചേ അകത്തേക്ക് വരാൻ പറയും. പറഞ്ഞേ കൈമ പിടിക്ക്. ആ ബായ് ഒന്ന് പറ. ചോറ് തരാന്ന് പാപ്പ കൊടുക്കോ? ആദം ഭാവിച്ച് അല്ല അവിടെ പൊട്ടിച്ച് ഹാപ്പി ക്രിസ്മസിന്. അവിടെ പിടിക്കണില്ലാന്ന്. ഹാപ്പി ക്രിസ്മസിന് കിട്ടത് എനിച്ച് വേണമെന്ന്. നീ ഇത് പിടിച്ചെന്നാ പിടിച്ചേ അവിടെ എന്റെ പാലാത്
അവനെടുക്കാൻ പോയത് നാളെ വായിച്ച് ഹാപ്പി ബർത്ത്ഡേ ദൈവമേ എന്തിനാ അതിന് കൊടുക്കണേ എന്തിനാ അത് പിടിച്ചോട്ടെ നീ അതിന്റെ കൊടുത്തേക്ക് കൊറേ കാശുണ്ടെന്നോ അതെ എന്നിട്ട് ചെയ്യേണ്ടത് റിച്ചല്ല നീ അത് കൊച്ചിന്റെ പിടിച്ചത് അന്ന കൊച്ചു പിടിച്ചു തരാ പാലിപ്പൊ കുടിക്കാൻ നേരെ കൊച്ചിന് കാച്ച് കാച്ച് കൊച്ചിനാ ബാബ നന്നാട്ടാ ബാബ നന്നാട്ടാ ഓക്കെ ആ ബാബ നന്നാണ്ട കൊച്ചിനെ എന്നിട്ട് വേണ്ട അതിന് പുഴയിൽ എന്നിട്ടൊക്കെയുള്ള എന്നാച്ചി പുഴയിൽ എന്നിട്ടുള്ള കുതിരയാ കുതിരയാ അമ്മിച്ച് പഠിപ്പിച്ചു കൊടുത്തതാ പിന്നെ തവള പാമ്പ് ഇനി അഞ്ചിനെ പാട്ട് പാടിച്ചു കൊടുത്ത് ഏത് പാട്ട് പാടണമൊക്കെ അവൻ അമ്മാവനത്തല്ലേ അമ്മാവിക്ക് എന്ത് സുഖം 3 പേര് കൂടി അമ്മാവനെ കൊല്ലും 3 മുട്ടന്മാര് ഈശോയെ കാസർഗോഡ് ഭർത്താവിന് ആവിയോയും ഉമ്മയൊക്കെ ഹാപ്പി ഹാപ്പി ടു യു കൈ കൊടുത്താ മതി മാല പൊട്ടിക്കലും മോന് നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും അതിട്ടുണ്ടാ ഏത് കേക്കാ വാങ്ങിയേ കേക്ക് വാങ്ങിട്ട് നമ്മള് മോൻ പോയപ്പോഴേക്കും ഇവിടെ വളരെയധികം ഡേഞ്ചർ സിറ്റുവേഷൻ ആയി പിള്ളേരെ മാനേജ് ചെയ്യാൻ പറ്റണ്ട ഞാൻ ആ ടെന്റ് എടുത്തു കൊടുത്തു അതിന്റെ ഉള്ളിൽ 4 കൂടി കയറി എന്ത് ഇറങ്ങണില്ല പിന്നെ ഞാൻ ഒരു വിധത്തിൽ ഇറങ്ങി കൊറേ കറങ്ങി മോളി കൊണ്ടുവച്ചു എന്റെ ദൈവമേ എന്നിട്ട് ആ അമ്മച്ചീനെ സ്റ്റെബി രാവിലെ കൊണ്ടാക്കിട്ടാ ഹസിക്കൂട്ടനെയും അപ്പൊ അവര് വന്നിട്ടില്ല ഡിന്നി സ്റ്റെബി വരും അപ്പൊ ഇവിടെ എന്താന്ന് വെച്ചാ വളരെ നല്ല രസമാണ് ഇപ്പൊ 4 പേർ തന്നെ അല്ലെങ്കിൽ മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു ഇപ്പൊ ഒരുത്തനെ കൂടി വന്നപ്പോ അടിപ്പൂരം ഇവനെടുക്കണ്ട അവന് മതി അവനെടുക്കുന്നത് അവന് മതി അതല്ല മാവ് ഒളിപ്പിച്ചു വെച്ച പേരുണ്ടല്ലത് ഇതിപ്പൊ ശരിയാക്കുവര് എത്ര ഡെക്കറേഷൻ വേണമെന്ന് വെച്ചാൽ മതി അത് ഊതണ്ട ഊതിണ്ട് ഏതെടുത്തു കൊടുക്കാൻ അപ്പാപ്പ വന്നേക്കണ നോക്കിയാതെ ആദ്യം മേലോ പോട്ടൂട്ടാ എന്റെ വായൊന്ന് പോയി കഴിയുമ്പോ ശരിയോ കേക്ക് ക്രിസ്മസ് കേക്ക് ആ അവന്റെ വായ അങ്ങോട്ട് പോട്ടെ അവരുടെ ഡഷൊക്കെ മാറിയിട്ട് അതിന്റെ ചുത്തരനായി മണി ആരെ മിഠായി അതാ നിന്റെ മിഠായി ആരെടുത്തേ എന്റെ പൊന്നിച്ചണോ എന്റെ കുഞ്ഞാപ്പിരിക്കണോ എന്റെ പൊത്തിരിക്കണോ അപ്പൊ ഞങ്ങളുടെ ഡ്രസ്സ് മാറല് കാര്യങ്ങൾ കഴിഞ്ഞിട്ട് അബ്രൂനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആദത്തിന്റെ ഡ്രസ്സ് മാറല് കഴിഞ്ഞു ഈ ആദത്തിന്റെ കേക്ക് കട്ടിങ് ആണ് താഴത്ത് മറ്റേ ഡൽമിയുടെ അപ്പനും മമ്മിയും ഡാഡിയും ഒക്കെ വന്നിട്ടുണ്ട് അപ്പൊ ഓച്ചു അവരുടെ പിന്നാലെ പോയി അപ്പൊ ഹസിയും ഞങ്ങള് 3 പിള്ളേരും ഇവിടെയാണ് ഇപ്പൊ ഇനി അടുത്ത പരിപാടി കേക്ക് കട്ടിങ് ഹാപ്പി ടു യു ഹാപ്പി ചെറിയ ബലൂണൊക്കെ ഒട്ടിച്ചു ചിലതൊക്കെ ഒരു പൊട്ടിച്ചു അങ്ങനെ നിൽക്കും നമ്മളിത് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് ഫ്രെയിം ചെയ്തേ പോൽ ഭംഗിയുണ്ടോ നോക്കട്ടെ ഈശോ അമ്മാമ്മയുടെ ബാഗല്ലത് വേഗം കത്തിച്ച രൂപത്തിനെടുത്ത് ഒരാളിരിക്കണ്ടല്ലേ അങ്ങനെ തിരുമനസായ സഹോദരെ പോലെ ഭൂമിയിലെ
അപ്പൊ അവന് ശുദ്ധി കൊടുത്ത ആമേ പറഞ്ഞാ മതി. അതാ ആമേ പറഞ്ഞ നേരെ എടുക്കരുത് അതുപോലെ കേക്ക് മുച്ചി കഴിഞ്ഞ ബർത്ത്ഡേക്ക് അവ കാണിച്ചു ഒരു മിനിറ്റ് ചോദിച്ചു വെയിറ്റ് ചോദിച്ചു ഒരു ടിഷ്യൂ പേപ്പർ എടുത്തോട്ടാ അമ്മച്ചി ഒന്ന് നീങ്ങുന്ന അമ്മച്ചി അങ്ങോട്ട് പോയി നിന്നോ ഓച്ചു മതി വാ കൈമ തരാം അയ്യോ ഓച്ചു ഇങ്ങോട്ട് നീങ്ങിച്ച് കുറച്ച് കഴിയുമ്പോ തരാം ഓച്ചു ഹാപ്പി ബർത്ത്ഡേ ആദത്തിന് നീ തിന്നകത്ത് മോനും എടുത്തു കൊടുത്തെന്നാ ഈശ്വര. ബൈ ബൈ. പാപ്പ പോണോ? ബൈ ബൈ. അപ്പൊ കേക്ക് കട്ടിങ് പരിപാടികളൊക്കെ കഴിഞ്ഞുട്ടോ. ഫുഡ് കഴിച്ചിട്ടില്ല, കാരണം ആദ്യം അപ്പേക്കും കിടന്നുറങ്ങി. ആദ്യത്തിന് ആകെ ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം, ആകെ ഇത്തിരി പപ്പടം കൂട്ടിയിട്ട് 2 ഉരുള ചോറുണ്ട്, വേറെ ഒന്നും കഴിച്ചൊന്നുമില്ല. അതും പിന്നെ ഉണ്ണി അതെ ആരും കഴിച്ചിട്ടില്ല. എല്ലാ എന്താ പറയാ 3-4 പിള്ളേരുള്ള കാരണം വളരെ രസമുണ്ട്. കഴിക്കാൻ പറ്റിയിട്ടില്ല എത്ര നേരമായിട്ട്. എന്റെ ദൈവം 2 മണിയാവാറായി. 2 മണിയല്ല 2:10 സമയം. 2 year ആയി അങ്ങനെ ആദ്യത്തിന്. ഇനി എന്നിട്ടാണ് അമ്മച്ചിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അമ്മച്ചിനെ കുറെ നാളായി എല്ലാവരും കണ്ടിട്ട്. എല്ലാവരും പ്രാർത്ഥിക്കുക എന്നിട്ടില്ല എനിക്ക് വേണ്ടി രോഗം വരാണ്ടിരിക്കാനും എല്ലാത്തിനും വേണ്ടി പ്രാർത്ഥിക്കുക. അയ്യോ ഒരു എനർജി ഇല്ലതില്ല. പിന്നെ സേവിയുടെ ഇനിയും ഉണ്ടായില്ല, അവർക്ക് ഷൂട്ടുള്ള തന്നെ അവരങ്ങോട്ട് പോയി ചോറുണ്ണാൻ. നമ്മുടെ കറികൾ കാണിച്ചാലായിട്ട് അറിയുന്നത് ഇവിടേക്കുള്ളതെന്നറിയോ? നോൺ വെജും ഉണ്ട്, വെജും ഉണ്ട്. ദേ ചിക്കൻ ഉണ്ട്, പിന്നെ ദേ ബീഫ് ഉണ്ട്, പിന്നെ ദേ നല്ല ഗോതമ്പ് പായസം ഉണ്ട്, പിന്നെ ദേ പയറുപ്പേരി ഉണ്ട്, പിന്നെ മാങ്ങക്കറി ഉണ്ട്. ഇത്ര ഐറ്റംസ് ഉണ്ട്. എല്ലാവരും ഉണ്ടാവുന്നു നമുക്ക് ഫുഡ് കഴിക്കും. അമ്മച്ചിക്ക് നോമ്പുള്ള കാരണം പയറുപ്പേരി മാങ്ങക്കറി മാത്രമേ ഉള്ളൂ അല്ലേ? നമുക്ക് കുഴപ്പമില്ല, നമുക്ക് എന്ത് നോമ്പാ.
അബ്രുവിനെ തരാനാ അവനെടുക്കാനായിരിക്കൂല്ലേ? കഴിക്കുക ടിനി കഴിക്കുക. കുഞ്ഞിക്കൂനടാ വയ്യാതാ എന്നിട്ട് നീ പറയട സി അതിപ്പോ നിറച്ച് പൊടിയായിരിക്കും. പോവാണോ? ബൈ ബൈ. ഡ്രസ് മാറിട്ട് കൊച്ചു പോവാ. കഴിഞ്ഞില്ലേ ചെല്ലു. ബൈ ബൈ ഹസി. ബൈ ബൈ. ആദത്തിനോട് പറയല്ലേ? കുറച്ചെടുക്ക്. ബൈ ബൈ. അമ്മാമ്മ അച്ചി പോവാന്ന് അച്ചിക്ക് രൂപ കൊടുത്തേ. അച്ചിക്കും കൊടുക്ക് പോവാന്ന് പറ. ഹാപ്പി ടു യു. ബൈ ബൈ. പോണ് അച്ചി പോണു. അതെ. അപ്പൊ നമ്മുടെ ബർത്ത്ഡേ പരിപാടികൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. എല്ലാവരും പോയി. എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും ഉണ്ടായില്ല. അപ്പൊ ഒന്നവരൊക്കെ പോയി. ഇപ്പൊ നമ്മള് മാത്രമേ ഉള്ളൂ. എന്താ പറയാ, ബർത്ത്ഡേ കഴിഞ്ഞതോടെ എനിക്ക് ചെറുതായിട്ട് ജലദോഷവും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ എന്നിട്ടാണ് എനിക്ക് തോന്നുന്നത് രാവിലെ ബാക്ക് പെയിൻ ഒരു രക്ഷയില്ല കേട്ടാ. ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. എന്നാ എനിക്കറിയില്ല. ഇപ്പൊ 2 ദിവസമായിട്ട് ഭയങ്കര ബാക്ക് പെയിനാ. ബാക്ക് പെയിൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. എന്നിട്ട് ചെയ്യാൻ പറ്റാ. അതിന് വല്ല റെമഡീസ് ഉണ്ടാവാമോ? ആർക്കെങ്കിലും ഇറങ്ങി കമന്റ് ചെയ്യട്ടാ. അതായത് എന്തായാലും ഉണ്ടാവും. ഡെലിവറി കഴിഞ്ഞ് കഴിയുമ്പോൾ ഉണ്ടാവും. ശരിക്കും പ്രഗ്നൻസി ടൈമിൽ ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷെ ആ പെയിനാണ് എനിക്ക് ഇപ്പം എന്താണോന്ന് അറിയില്ല 2-3 ദിവസമായിട്ട് വന്നേക്കുന്നത്. അങ്ങനെ എൻ്റെ പോലെ എനിക്ക് ഇന്ന് രാവിലെ കാലത്ത് പള്ളിയിൽ പോയി. മഞ്ഞുണ്ട്, ഭയങ്കര മഞ്ഞല്ലേ, എന്താ തണുപ്പ്. ഞാൻ ഇവിടെ നിന്ന് പിന്നെ ഇതുവരെ ഇത്ര വലിയ തണുപ്പ് ഉണ്ടായിട്ടില്ല. മുൻപ് പഠിക്കുന്ന സമയത്തൊക്കെ മഞ്ഞുണ്ടായിട്ടാ. പക്ഷെ ഇപ്പൊ കുറെ നാളായിട്ട് ക്ലൈമറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറല്ലേ, അങ്ങനെയായിരുന്നു. പക്ഷെ ഇപ്പൊ ഭയങ്കര തണുപ്പ്. അതുകൊണ്ട് കാലത്ത് തന്നെ പിള്ളേർക്കും അതെ ആ തണുപ്പടിച്ചതിൻ്റെയാന്ന് തോന്നുന്നു. ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ട്, ഓച്ചും തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു. പിന്നെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. പോലെ ഇതിൽ പറയണ്ട. ആൾക്ക് പറയാൻ വയ്യ, കൈക്കൊരു ഒഴിവില്ല, റെസ്റ്റ് ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇപ്പൊ ഇത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാണ്ട് കമന്റ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ. സീ യു.